ഇതിപ്പം നമ്മൾ ഇന്ന് ചുമ്മാ പുറത്തു പോകാൻ വേണ്ടിയിട്ട് റെഡിയായതാണേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാണെങ്കിലും റെഡി ആയിട്ടിരിക്കുമല്ലേ, ഒരു വീഡിയോയും കൂടെ എടുത്തേക്കാമെന്ന്. ശരിക്കും പറഞ്ഞ് എടുത്ത വീഡിയോസ് ഇങ്ങനെ കെട്ടിക്കിടക്കുവാണേലും പുറത്ത് പോകുമ്പോൾ ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാണ്. നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലുള്ള മിറർ കണ്ടപ്പം എൻ്റെ ഒരു സെൽഫി എടുക്കാൻ എനിക്ക് തോന്നി. അടിമുടി അങ്ങ് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഡിസ്ക്രൈബ് ചെയ്യട്ടെ. തണുപ്പുള്ളപ്പം മപ്പൊക്കോ ഷോർട്സ് വിടും, ജാക്കറ്റ് വിടുകയല്ല. ചൂടത്ത് പൊരിഞ്ഞ തിളച്ച ചൂടത്ത് പാൻറ്, ജാക്കറ്റ്, ഹാറ്റ്, എന്താ സെറ്റപ്പ്. ഈ പൊരിഞ്ഞ ചൂടത്ത് ജാക്കറ്റ് വിട്ട് നടക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇങ്ങോട്ട് നോക്കിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് റൊട്ടീൻ, ഒരു ഡേ ഇൻ അവർ ലൈഫ് അല്ലേ. ജസ്റ്റ് അധികം സംസാരിക്കുകയാണ്, അളന്ന് മുറിച്ച് അല്ല ചോദിച്ചപ്പോ എന്താ വെച്ചാൽ എല്ലാം അളന്ന് മുറിച്ചേ സംസാരിക്കുള്ളൂ. അപ്പൊ ഇന്നത്തെ സംസാരിക്കാനുള്ള പുള്ളി അളന്നിട്ടുമില്ല മുറിച്ചിട്ടുമില്ല, അതുകൊണ്ടാണ്. എനിവേ, അപ്പോ വെൽക്കം ടു അവർ വ്ലോഗ്. നിങ്ങൾ ഇതുവരെ ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ ഒരു കാര്യം, പണ്ട് ഞാൻ ഈ വ്ലോഗ് തുടങ്ങിയ സമയത്ത് ഞാൻ എടുത്തു, എല്ലാ വ്ലോഗേഴ്സും പറയും പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, അല്ലെ ഷെയർ ഒന്നുമില്ല, സബ്സ്ക്രൈബ് മൈ ചാനൽ എന്ന്. ഞാൻ വിചാരിച്ച അങ്ങനെ പറയരുത്, പക്ഷേ സാഹചര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ ലിറ്റി ജസ്റ്റിൻ. ഓക്കെ, ലിറ്റി ജസ്റ്റിൻ. അപ്പൊ ശരി, തുടങ്ങാം. എനിക്ക് എൻ്റെ കണ്ണാടിയൊക്കെ മാറ്റി എന്നെ ഒന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഈ സുധാകരന്റെ വെട്ടം അത് ഭയങ്കരമായിട്ട് കണ്ണിലോട്ട് അടിക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല. സോറി. ആ സുധാകരനല്ല, സൂര്യൻ സുധാകരൻ, അങ്ങനെ പേരില്ലേ. ഒരു സൂത്രം കാണിക്കാം. ഇതാണ് ഇവിടുത്തെ മവാക്കിഫിന്റെ വണ്ടി. ഞാനിപ്പോ വീഡിയോ എടുക്കുമ്പോ നമ്മളെ കാണിക്കാൻ വേണ്ടി അമ്മ മുന്നോട്ട് കണ്ടോ, ഫുൾ ക്യാമറയാണ് മവാക്കിഫ്. ഫൈൻ അടിക്കുന്ന വണ്ടി നമ്മുടെ നാട്ടിലെ MVD അല്ലേ? അതെ, നമ്മുടെ നാട്ടിലെ വണ്ടി ലെക്സസ് ആണ്. നോക്കിയേ, അവരുടെ വണ്ടി കണ്ടോ, ലെക്സസിന്റെ വണ്ടി. നോക്കിയേ, ഫുള്ള് ക്യാമറയൊക്കെ ആയിട്ട്. അമ്മർക്ക് പുറത്തൊന്നും ഇറങ്ങണ്ട, നമ്മൾ പാർക്കിംഗ് ഒന്നും ഇട്ടില്ലെങ്കിൽ. ഇപ്പൊ നാട്ടിൽ ഇതാണ് അബുദാബിയിലെ MVD. പാവങ്ങളാ പാവങ്ങള്, അവർക്ക് നമ്മളെ വിശ്വാസം, നമുക്ക് അവരെ വിശ്വാസം. ദേവു നാട്ടിലൊക്കെ MVD-ക്കാർക്ക് ഇങ്ങനത്തെ ലെക്സസ് ഒക്കെ കിട്ടുന്ന ഓർത്ത് വയ്ക്കും, പൊളിയായിരിക്കല്ലേ. അങ്ങനെ നമ്മൾ നേരെ പോയത് ജോയ് ആലുക്കാസിലോട്ടാണ്. കുറച്ച് 5-6 കിലോ സ്വർണ്ണം അങ്ങ് വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു. എക്സ്ട്രാ വരാനില്ല, അകത്താതിരിക്കുന്നത്. ആ ത്രെഡ് കേറാനായിട്ട് ഇച്ചിരി മറ്റേ സാധനം ഇച്ചിരി സൈഡിലോ പുറത്തോട്ട് വരണ്ട, അതില്ല എനിക്ക്. മനസ്സിലായോ? ഇത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ജസ്റ്റ് ഗിഫ്റ്റ് തന്ന നമ്മുടെ നോസ്പിൻ ആണേ. അത് പക്ഷെ ഞാൻ വീട്ടിൽ വെച്ച് ട്രൈ ചെയ്തിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാ. അവിടെ വെച്ച് ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ ഒന്നും കണ്ടില്ല. ഒരു ഷേപ്പ് നോസ്പിന്നായിരുന്നേ. പിന്നെ ഞാനത് അവിടെ വെച്ച് അവർ പറഞ്ഞു ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാൻ. അങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചിട്ട് ഫൈനലി കയറി കേട്ടോ. അവിടെ ചെന്നുകൊണ്ടായിരിക്കും അങ്ങനെ ജോയ് ആലുക്കാസ് മുഴുവൻ സ്തംഭിപ്പിച്ചൊരു നോസ്പിൻ മാറിയ കഥയാണ്. അത് മാറിയില്ല, അത് തന്നെയാണ്. ജോയ് ആലുക്കാസ് ചെല്ലേണ്ടി വന്നു അതൊന്ന് കയറാനായിട്ട്. അവരുടെ സ്ഥാപനത്തിലെ സാധനമായോണ്ടായിരിക്കും അല്ലേ. അങ്ങനെ അവിടുന്ന് സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് സ്വർണ്ണം വാങ്ങിക്കാൻ പോയതൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ എക്സ്ചേഞ്ച് ചെയ്യേണ്ടൊന്നും വന്നില്ല. കാരണം എനിക്ക് വേറെ എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ട് എൻ്റെ മനസ്സിന് പിടിച്ചത് വേറെ കിട്ടിയില്ല. പിന്നെ അത് തന്നെയല്ല, പിന്നെ അവിടെ ചെന്ന് ഇട്ടപ്പോൾ കയറുകയും ചെയ്തായിരുന്നല്ലോ. പിന്നെ ഓർത്ത് എന്നാ മാറാനാന്ന്. അവരുടെ കുറേ സമയം കളഞ്ഞത് മിച്ചം. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. ലഞ്ച് കഴിക്കാൻ വേണ്ടി നേരെ നാലുകെട്ടി ചെന്നു. പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേനും മീൽസ് തീർന്നു പോയി. അത് ശരിക്കും പറഞ്ഞാൽ സങ്കടമായി കേട്ടോ. പിന്നെ ഞങ്ങൾ 3 പേരും ബിരിയാണി വാങ്ങിച്ച് കഴിച്ചു. പിന്നെ കാരണം അപ്പോഴത്തേനും 3 മണി ആയായിരുന്നേ. പിന്നെ ഒരു റെസ്റ്റോറൻറ്റിലും ചെന്നാൽ ചിലപ്പോൾ മീൽസ് ഒന്നും കാണുകയില്ല, വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. ഇറങ്ങി കഴിഞ്ഞപ്പോൾ ജേടുകൂട്ടൻ ആനപ്പുറത്തിരിക്കുന്നു നോക്കി. അതങ്ങനെ ശരിക്കും പറഞ്ഞാൽ 4 കെട്ടിൽ മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണേ. അത് കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. ജ്വല്ലറിയിലെല്ലാം കയറി കുറേ താമസിച്ചെന്നേ.
കുറേ സമയം അവിടെ പോയി, അതുകൊണ്ടാണ് ലേറ്റായപ്പോൾ. സാരമില്ലല്ലേ, ഈ അടുത്ത പ്രാവശ്യം പോയി മീൽസ് കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റിക്ക് മീൽ കഴിക്കാഞ്ഞിട്ട് നല്ല വിഷമവും ദേഷ്യമൊക്കെ ഉണ്ട്, കാണിക്കുന്നില്ലതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ജ്വല്ലറിയിൽ കുറേ സമയം പോയി. നമ്മൾ പെണ്ണുങ്ങളെ ജ്വല്ലറി കയറ്റിയ എങ്ങനെ, നമ്മൾ കുറേ സമയങ്ങളല്ലേ. ഞാൻ കുറേ നോസ് പിൻ എല്ലാം നോക്കി. നോസ് പിന്ന് നോക്കാൻ പോയാലും കണ്ടടച്ചാണ്ടി എല്ലാം നോക്കി കേട്ടോ. അല്ലെങ്കിലും ഗോൾഡ് കണ്ട ആരാ നോക്കാതിരിക്കുന്നത്? വാങ്ങിച്ചില്ലെങ്കിലും നമുക്ക് കാണുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ കുറേ നേരം ട്രൈ ചെയ്തു. എന്നാ ഇന്നിപ്പോ ഇവിടെ ചെന്നിട്ട് ചോറില്ലാത്തതേ കാരണക്കാരുമായിരുന്നെങ്കിൽ ഈ ഒരു വർഷം ഞാനത് കേൾക്കേണ്ട വന്നേ. ഞാൻ പറഞ്ഞ നമുക്ക് ജ്വല്ലറി പോകുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ട് പോവാന്ന്. പിന്നെ ഞാനങ്ങ് ക്ഷമിച്ചു. ഞാൻ ജസ്റ്റ് ആയിരുന്നേ ഉറപ്പായിട്ട് ജസ്റ്റ് കൊന്നേരെ എന്തറിയും പറഞ്ഞേ. ഇതാണ് ഈ ടണലാണ് GCCയിലെ ഏറ്റവും വലിയ ടണലല്ലേ ആയിരുന്നു. GCC ഇത് ഉണ്ടാക്കിയപ്പോ GCCയിലെ ഏറ്റവും വലിയ ടണലായിരുന്നു ഇത്. ഇതിന്റെ അങ്ങേയറ്റം എവിടാന്ന് നമുക്ക് തന്നെ അറിയില്ല, ഉണ്ടാക്കിയവർക്കും അറിയില്ല. നമുക്ക് ചോദിച്ച് പോവാം. അങ്ങനെ ചോറുണ്ണാൻ ചെന്ന മനസ്സുകൊണ്ട് വയറ് നിറച്ച് ബിരിയാണിയും വാരി തിന്നിട്ട് ഇനിയും നമ്മൾ പോകുന്നത് നമ്മളുടെ സ്വന്തം അൽവാദ മോളിലോട്ടാണ്. ഞാൻ ജസ്റ്റോട് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പോകുന്നത്, പക്ഷെ കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ ക്ഷീണമാണ്, വേറെ ഒരിടത്തും പോകണ്ട, അൽവാദയെ പോകുന്നു. എന്നാൽ അൽവാദ എങ്കിൽ അൽവാദ എന്ന് വിചാരിച്ച് നേരെ ചെന്ന് അൽവാദയിൽ ചെറിയല്ല കയറി കൊടുത്തു. ജസ്റ്റ് ഇതേ ചെരുപ്പൊക്കെ നോക്കുന്നുണ്ട്. ക്രോക്സിൽ പോയേ. അപ്പോൾ ജസ്റ്റേക്ക് ഈസി ആയിട്ട് ഇടാനും ഊരാനും പറ്റുന്ന ചെരുപ്പ് വേണമെന്ന് എന്തൊക്കെയാണ് അല്ലേ. അങ്ങനെ ക്രോക്സിൻ്റെ ചെരുപ്പ് നോക്കിയതാണ്. മീൻസ് ജസ്റ്റിയുടെ കാല കിടക്കുന്ന അങ്ങനെ ഊരാൻ പറ്റുന്നതാണ്. പക്ഷേ ജസ്റ്റ് ഉദ്ദേശിച്ചത് ഈ വെള്ളമൊന്നും പറ്റിയാൽ പോകാത്ത ടൈപ്പ്. പക്ഷേ എനിക്ക് ആ ചെരുപ്പ് കണ്ടിട്ട് വല്ലതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ക്രോക്സിൻ്റെ കണ്ട ആ ക്രോക്സ് ആണെന്ന് വല്ലതും പറയൂ. ഞാൻ ജസ്റ്റ് പറഞ്ഞു ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അത് ക്രോക്സ് ആണെന്നെങ്കിലും തോന്നണ്ടേ. അങ്ങനെ ഞങ്ങൾ ഓരോ കടയിലും കയറി. ഇനി അടുത്തത് ജേഡുവിൻ്റെ ഊഴവ ബുക്ക് ഷോപ്പ് കണ്ടേ. ഇനി കൊച്ചു വീടുകല നേരെ അതിനകത്ത് കാണും. ഈ ജേഡ് കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടുണ്ടല്ലോ, പണ്ട് ഇവിടെ ഈ ബുക്ക് ഷോപ്പ് അല്ലെന്ന് ബോർഡേഴ്സ് ആയിരുന്നേ. ജേഡുവിനെ ഇതിനകത്ത് കാണാമായിരുന്നു. എന്നോട് ആൾക്കാർ ചോദിക്കും ജേഡു എങ്ങനെ ഈ റീഡിങ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. എനിക്കറിയില്ല കേട്ടോ. കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് നമ്മളിങ്ങനെ ബോർഡേഴ്സിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബുക്സ് എടുത്ത് കൊടുക്കുമായിരുന്നേ. അങ്ങനെ വായിച്ചാന്ന് തോന്നുന്നു. ഇവിടെ ഈ ബോർഡേഴ്സിലൊക്കെ ചെന്നാൽ മതി, പിള്ളേരുടെ കുഞ്ഞ് എന്താ പറയുന്നത്, ഇവർ ABCD കൂട്ടി വായിക്കാൻ തുടങ്ങുന്ന പ്രായം തൊട്ടുള്ള ബുക്സ് ഉണ്ട്. ബുക്സ് മാത്രമല്ല കേട്ടോ, അല്ലാത്ത ആക്സസറീസ് ഉണ്ട്. നോക്കി എന്തോരം സാധനങ്ങളാണ്, സ്റ്റേഷനറി ഐറ്റംസ്. നല്ല ഭംഗിയില്ലേ. എനിക്ക് എന്തൊക്കെയോ എടുക്കാനൊക്കെ തോന്നി. എൻ്റെ മനസ്സിലുണ്ടല്ലോ ഒരു ഡയറി എടുക്കണമെന്നുണ്ടായിരുന്നേ. പക്ഷെ ഉണ്ടല്ലോ നോക്കിയപ്പോൾ ഡയറിക്കൊക്കെ മുടിഞ്ഞ വില, 60-80 ദിറംസ് കൊടുത്ത് ഒരു പുണ്ണാക്കും എനിക്ക് ഡയറി എഴുതണ്ടെന്ന് ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ മനസ്സിൽ പറഞ്ഞു ഞാൻ ലുലുവിൽ പോയി ഡയറി എടുത്തോളാം. അല്ല പിന്നെ ഇവന്മാരുടെ ഡയറിക്ക് എന്നാ പത്രാസ്. ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞു എന്നെ നീ ഒന്നും അർഹിക്കുന്നില്ലടാന്ന്. എൻ്റെ ആ വടിവത്ത കൈയക്ഷരം വെച്ച് എഴുതാൻ ഇവിടുത്തെ ഡയറിക്ക് എന്താ പറഞ്ഞ അർഹതയില്ല, അത്ര തന്നെ. അല്ല പിന്നെ പോട്ടുപുല്ല്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എവിടെയാന്നേ പോയെ, നമ്മൾ ഒത്തിരി ഷോപ്സ് കൂടെ കയറി കേട്ടോ. US പോളോയിൽ കയറി, ഗാൻഡിൽ കയറി, എവിടെയൊക്കെയോ കയറി, പിന്നെ അഡിഡാസിൽ കയറി. ജസ്റ്റ് എന്താ നോക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ടീഷർട്ട്. ഞാൻ പറഞ്ഞില്ലേ എനിക്കിവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ജസ്റ്റ് ടീഷർട്ട് തപ്പാൻ കയറുമ്പം ഞാൻ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കും. കാരണം കുറേ സമയമെടുക്കും. നമ്മൾ ഈ പെണ്ണുങ്ങൾ ഷോപ്പിങ്ങിന് പോകാമെന്ന് പറയല്ലേ, അതിനേക്കാളും വേസ്റ്റാണ് ജസ്റ്റിയെ കടവിടുന്നത്. ജസ്റ്റ് സമയമെടുത്ത് അവസാനം നമ്മൾ ഒരു പായും തലവണയുണ്ടേ അവിടെ കിടന്ന് ഉറങ്ങാം. അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് മെനക്കെടാനൊന്നും പോകത്തില്ല. അവിടെ കയറി സ്വസ്ഥമായി അങ്ങ് ഇരുന്നു. ജസ്റ്റ് ഷോപ്പ് ചെയ്യുവോ, വാങ്ങിക്കുവോ, ഇട്ട് നോക്കുവോ, എന്ത് വേണേലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇന്നസെൻ്റ് ഏതോ മൂവിയിൽ പറയുന്ന പോലെ ഏതോ പഞ്ചായത്തിലെ എല്ലാ അരിമണിയും പെറുകീകരിച്ചെന്ന് പറഞ്ഞ പോലെ അഡാസ് മുഴുവൻ പെറുകീകരിച്ചു. എനിക്കറിയാൻ പറ്റില്ല. ഇതുപോലുണ്ട് ടീഷർട്ടിന് ഭ്രാന്തെന്ന്. ഈ ചെറുക്കൻ ആരോ ടീഷർട്ടിൽ കൈവശം കൊടുത്താന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ നിന്ന് ഉന്തി വലിച്ച് പോയ വഴിക്കാണ് ഞാൻ ഈ പ്രസ്ഥാനം കാണുന്നത്. എൻ്റെ പൊന്നോ സെഫോറ. അതിനകത്തോട്ട് കയറാമെന്ന് വിചാരിച്ച് കാലെടുത്ത് വെച്ചപ്പോഴേ ആ കുരിപ്പ് ഇറക്കൻ എന്നെ വലിച്ചുകൊണ്ട് ഓടിയെന്നേ. നോക്കിയാവും കാണിക്കുന്നത്. ഇതിനൊക്കെ എന്നാ ചെയ്യാനാണോ? ഇതിനെയൊന്നും പേടിച്ചിട്ട് നമുക്ക് നടക്കാനും മേല. ഞാൻ മനസ്സിൽ പറഞ്ഞു നീലാക്കെ വരാൻ എനിക്കറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ക്രോസിൽ കയറി കേട്ടോ. ഈ അൽവാദിൽ ഒന്നിൽ കൂടുതൽ ക്രോക്സ് ഉണ്ട്. ജസ്റ്റിയുടെ മനസ്സിലായ ചെരുപ്പായിരുന്നെന്ന് തോന്നുന്നു, പക്ഷെ വാങ്ങിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും എങ്ങാണ്ടൊക്കെ പോയി ടീഷർട്ട്. എൻ്റെ പൊന്നെ, ഓരോരുത്തരത്ത് ചെല്ലുന്നു, ടീഷർട്ട് ഇട്ട് നോക്കുന്നു, പിന്നെ മാറി നോക്കുന്നു, ഇട്ട് നോക്കുന്നു.
ഇത് തന്നെ കൃഷി. അയ്യോ, നമ്മുടെ സമതല തെറ്റിപ്പോകും കേട്ടോ. ഇപ്പം നിങ്ങൾ ചോദിക്കും ലിറ്റി കണ്ടിടത്തൂടെ എല്ലാം പോകാറില്ലെന്ന്. ഞാൻ പക്ഷേ ഇവരെയും കൊണ്ടല്ല പോകുന്നത്, ഞാൻ തന്നെയല്ലേ പോകുന്നത്. ഞാൻ ഇവരെ ആരെയും ബോറടിപ്പിക്കാറില്ലല്ലോ. പക്ഷേ ജസ്റ്റ് ഇവിടത്തിൽ പോയി അവസാനം ഞാൻ ഒത്തുന്ന ഞാനിവിടെ 2 ഇട്ട് നോക്കാമെന്ന്. അല്ലെ പിന്നെ നമ്മൾ എന്നെ ആയിരുന്നേ. അവസാനം ഞാൻ ഇട്ട് നോക്കി, ഞാൻ മടുത്ത് ഞാൻ പുറത്ത് പോയിരുന്നു. അപ്പനും മോനും കൂടെ വാങ്ങിക്കേണ്ടെന്നായി. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, ഈ പ്രിൻ്റഡ് ടീഷർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റിക്ക് ഭ്രാന്ത. അങ്ങനത്തെ കടയിൽ കയറിയാൽ എനിക്കറിയാൻ മേലെ എന്തോരം ടീഷർട്ട് ജസ്റ്റിക്ക് ഉണ്ടെന്ന്. എന്നാലും ടീഷർട്ടിന് ആരും ഇത്രയും കൈവശം കൊടുത്തല്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മാക്സിൽ കയറി കേട്ടോ. അങ്ങനെ മാക്സിക്കറ്റം ഇല്ലാത്തതാണ്. ജേഡിന് കുറച്ച് ടീഷർട്ട്സ് ഈ നമ്മൾ നേറ്റിയിടുക എന്ന് പറയല്ലേ, അങ്ങനെ നേറ്റിയിടുന്ന ടീഷർട്ട്സ് വാങ്ങിക്കണ്ടായിരുന്നേ. അങ്ങനെ മാക്സിൽ പോയി ടീഷർട്ടൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അൽവാദ മോളിലെ എല്ലാ ഷോപ്സും ഞങ്ങൾ പെറുകിയരിച്ച് പിന്നെ ഞങ്ങൾ കോഫി കുടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഞാൻ മടുത്തു, എനിക്ക് കുറച്ച് കോഫി വേണം. അങ്ങനെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർബക്സിൽ കയറിയേ. അവിടെ കയറിയപ്പോഴും ജസ്റ്റ് ഫുള്ള് ഫോണേല. ഞാൻ പിന്നെ ചൊറിയും കുത്തി ഇരിക്കണ്ടെന്ന് വിചാരിച്ച് കുറേ നേരം ജസ്റ്റിയെ വായി നോക്കിയിരുന്നേ. എങ്ങനെ ഇരിക്കുന്നു? ഒരു ഇറക്കനോടൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞതാ. ഇവൻ പറയുന്നത് കേട്ടില്ലേ, ഇവൻ്റെ ഒരു കാര്യമല്ലേ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനമൊക്കെ വന്നേ. എനിക്കൊരു കോഫി, ജേഡു ഓഫ് കോഴ്സ് ഡബിൾ കാരാമൽ, ജസ്റ്റി ഓഫ് കോഴ്സ് ഇതൊന്നും കുടിക്കാറില്ല, അതുകൊണ്ട് ജസ്റ്റിക്ക് കഴിക്കാൻ എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് കുടിയും ജസ്റ്റിക്ക് കടിയും വന്നു. അങ്ങനെ വെറുതെ ഇവിടെ കോഫി കുടിച്ചുകൊണ്ടിരുന്ന എനിക്ക് ജസ്റ്റി ഒരു സ്പൂൺ എടുത്ത് വായി വെച്ച് തന്നു കേട്ടോ. സത്യം പറയാമല്ലോ, ഇങ്ങനെയുണ്ടോ മനുഷ്യർ? എൻ്റെ വായും കൂടെ ഇപ്പോൾ കീറിയതിന് ഒരു മര്യാദയൊക്കെ ഉണ്ട് വേണ്ടല്ലേ. അങ്ങനെ അവിടുന്ന് കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയേ. ഇനി അടുത്ത പർച്ചേസിങ്. ശരിക്കും ഇത്രയും വലിയ പർച്ചേസിങ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നാട്ടിൽ പോവുകയാണ് സുഹൃത്തുക്കളെ, നാട്ടിൽ പോവുക. അതിനു മുമ്പ് ഒരു ചെറിയ പർച്ചേസിങ് ആണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഫൈനലി ലുലുവിൽ വന്നു. കുറച്ച് ചോക്ലേറ്റൊക്കെ നോക്കാം. പക്ഷേ ലുലുവിലെ ക്രൗഡ് കണ്ടിട്ട് ഒരു രക്ഷയില്ല, ഭയങ്കര ക്രൗഡ്. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഇത്രയും ക്രൗഡ് നമുക്ക് പറ്റിയാല, നമുക്ക് നാളെ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൽക്കാലം ലുലുവിനോട് ഇവിടെ പറഞ്ഞു. ലുലു അവിടെ തന്നെ കാണുമല്ലോ, ഒരിടത്തും പോകുമല്ലോ, കാണുന്നുണ്ടല്ലോ. നമ്മൾ ഉച്ചയായപ്പോൾ ഇറങ്ങിയതാണ്, മടുത്തായിരുന്നു. ഇപ്പം തന്നെ സമയം 8 മണിയായി. നമ്മുടെ പരിപ്പിളകി. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റോട് പറഞ്ഞു നമുക്ക് വേണ്ട നിർത്താം. നിങ്ങൾ നോക്കിയേ, വണ്ടി കണ്ടോ? ഇത് ലുലുവിൽ നിന്ന് പുറത്തോട്ട് പോകാനിരിക്കുന്ന വണ്ടികളാണ്, അകത്തോട്ട് പിന്നെ വേറെ. അങ്ങനെ മൊത്തത്തോടെ ബ്ലോക്കായിരുന്നു. അല്ലെങ്കിലും എനിക്ക് ഈ ഓവർ ക്രൗഡ് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഈ മൈഗ്രെയിനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എനിക്കൊട്ടും പറ്റിയല്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചാടി. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരെ വീട്ടിൽ പോവാം. ബാക്കി ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ നാളെ. ഉച്ചയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, മനുഷ്യൻ്റെ എന്താ പറയുന്നത്, പ്രസ്ഥാനം മൊത്തം ഇളകിപ്പോയി. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുന്ന എന്തോ ഒരു താമസം. ഒരു പാവമല്ലേ ഞാൻ? എൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നും അങ്ങ് അനങ്ങുന്നില്ല, നീ അനക്കി പൊട്ടിക്കും നിങ്ങൾ. അപ്പോൾ ഇനി അധികം ഞാൻ നിങ്ങളെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നു, മൂഡ് ഓഫ് ആക്കുന്നു ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്ത് ഈ വീഡിയോ ഇന്ന് തന്നെ ഇടണമെന്ന്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഷോർട്ടാക്കിയത് കേട്ടോ. എല്ലാ ഷോപ്പിംഗ് വീഡിയോ ഇട്ടാൽ നിങ്ങളങ്ങ് വെറുത്തു. ആ കട മൊത്തം ഞങ്ങൾ കയറി ഇറങ്ങി. പിന്നെ ഒരു കാര്യം, ഇന്ന് അൽവാദെ വെച്ച് ഒത്തിരി പേര് വന്ന് പരിചയപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒക്കെ. അപ്പോൾ ഞാൻ ഇനി അധികം പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ബൈയൊക്കെ ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്, അവിടെ നില്ല്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി എന്നാൽ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, പോയേച്ചും വരാം.